ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും തൈരും അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇത്. അത് ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് അരമണിക്കൂർ അടച്ചു വെക്കണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് ഇത് ഫ്രൈ ചെയ്യണം. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനെല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും ഒന്ന് നല്ലണക്ക് വെന്ത് വരണം കേട്ടോ. ഒരു സൈഡ് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡ് ഒന്ന് നല്ലണക്ക് വെന്ത് വരണം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിനകത്തോട്ട് സവാളയാണ്. ഇപ്പം നമ്മളിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 സവാള ഇഷ്ടമുള്ള ഷേപ്പിലരിയാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ ഇത് തക്കാളിയാണ് കേട്ടോ. ഒരു 2 തക്കാളി 1 തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞ് നമുക്ക് വഴറ്റി കൊടുത്തതിന് ശേഷം ഇച്ചിരി കൊഴുപ്പിന് വേണ്ടി നമ്മൾ ഒരിച്ചിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ഒരു 10-11 എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇത് മുളക് പൊടിയാണ് കേട്ടോ. എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം അത് ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അതും കുറച്ചിട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ചിക്കൻ സ്റ്റോക്കാണ് വേണ്ടത്. ചിക്കൻ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. അതും കുറച്ചിട്ട് കൊടുത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലണക്ക് വഴട്ടി അത് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് ഈ നമ്മളിപ്പോൾ വഴട്ടി വെച്ചിരുന്ന ഇതെല്ലാം എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് അരച്ചുകൊണ്ട് വരണം. അപ്പോൾ നമ്മൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമ്മൾ ഫ്രൈയിങ് പാനിനകത്തോട്ട് ഒഴിച്ച് ആ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഇതാക്കിയിട്ട് കലക്കി അതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ അത് ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഫ്രഷ് ക്രീമാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് പാലും ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയിലയാണ് കേട്ടോ. അപ്പം മല്ലിയില ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മല്ലിയില കുറച്ച് അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഫ്ലേവറിന് വേണ്ടി. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതോടുകൂടി നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കുന്നുണ്ടോ. അപ്പം ഭയങ്കര എളുപ്പമാണ് കറി ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ ഉമ്മയാണ് കേട്ടോ കറി ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ദിലുവിനും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ വീഡിയോ ജസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.